ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിന്നില്ലാത്ത ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ കത്തി വെച്ച് കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി. ഇനി അതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കനും കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അര ടേബിൾ സ്പൂൺ തന്നെ എരിവ് കുറഞ്ഞ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ചിക്കൻ മാഗി ക്യൂബ് ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ 1-2 ഒക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ 1 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അര കപ്പ് ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ചെയ്യാണ്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഞാനത് തുറന്നാണ്ട് ചിക്കൻ്റെ പീസുകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഓരോ സൈഡും 10 മിനിറ്റ് വീതം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ, അടിക്കൊന്നും പിടിച്ച് പോവാതെ. അപ്പോൾ ഞാനിവിടെ മന്തി ഉണ്ടാക്കാനായിട്ടുള്ള റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ 1/2 കിലോ റൈസാണ് കേട്ടുള്ളത്. റൈസ് വേവിച്ചെടുക്കാനായിട്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രൈ ലെമണും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ അതിലേക്കൊക്കെ പാകത്തിനുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ റൈസ് പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകാതെക്കാനാണ്. ഇനി ഇത് അടച്ച് വെച്ചാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിയൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരുവേ. ഇപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് വെന്ത് വന്നിട്ടുള്ള ചിക്കന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതിന് സ്റ്റോക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. നമ്മളത് ദം ചെയ്യുമ്പോൾ അതിന് മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 90% വരെയൊക്കെ വെന്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി ഭാഗം വരേക്കും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മേലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി റെഡ് കളറും കൂടി വേണമെന്നുള്ളവർക്ക് റെഡ് ഫുഡ് കളർ വെള്ളത്തിൽ കലക്കിയാണ്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു ഫോയിൽ പേപ്പർ വെച്ച് അതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ചാണ്. ഇനി അതിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പുക വരും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ ശേഷം കേട്ടോ ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നത്. ഇനി നമുക്കതിൽ ആ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങാം.
ആദ്യം ചിക്കൻ പീസൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, അടിപൊളിയായിട്ടുള്ള നമ്മൾ ചിക്കൻ മന്തി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെയൊക്കെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.